ഷാജിയേട്ടാ അങ്ങനെ ഇപ്പത് ആട് 3 തിയേറ്റർ കണ്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങാണ്. ഫെസ്റ്റിവൽ മൂഡില് അടിച്ച് പൊളിച്ച് ഫാമിലി ആയിട്ട് വേറെ ചിന്തൊന്നും ഇല്ലാണ്ട് കോമഡി കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത് തിയേറ്ററിൽ നിന്ന് മനസ്സ് ഇറങ്ങാൻ പറ്റിയൊരു കിടിലൻ സാധനം. ഫസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് മിഥുൻ മാനുവൽ തോമസ് ആണ്. റീസെന്റ് ഇപ്പൊ എല്ലാവരും ഭയങ്കര ഓവർ റേറ്റഡ് ഡയറക്ടറാണ്, റൈറ്ററാണ് പറഞ്ഞു. പക്ഷെ മിഥുൻ മാനുവൽ തോമസിന്റെ കയ്യിൽ സാധനം ഉണ്ട്. ഒരു പ്രേക്ഷകനെ എങ്ങനെ സിനിമയിലേക്ക് എൻജോയ് ചെയ്യാൻ എൻഗേജ് ചെയ്യിക്കാനുള്ള സാധനം കയ്യിലുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു യു മാൻ. സിനിമ അടിപൊളിയായിരുന്നു. അപ്രീഷിയേറ്റിന്റെ വേറെ ആളാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് വിജയ് ബാബു. കാരണം ഇങ്ങനത്തെ സിനിമക്ക് വേണ്ടി ഇനീഷ്യലി ഫണ്ടേ കാണിച്ച ധൈര്യം, ആ ധൈര്യമാണ് ഈ പാർട്ട് 3 വരെ ഈ ഒരു മൂഡില് മലയാളത്തിന് കൾട്ട് കോമഡി സിനിമ ആക്കാൻ പറ്റിയ സാധനം. ശരിക്കും വിജയ് ബാബുവിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പിള്ളേര് ജയസൂര്യ, സൈജു കുറുപ്പ്, അവരെ ഗ്യാങ് അഴിഞ്ഞാടി നല്ല എൻജോയ് ചെയ്ത് എന്താ രസം. ഷാജി പാപ്പന്റെ നടുവേന അവിടെ ഉണ്ട്, പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, മണ്ടത്തരങ്ങൾ അവിടെ ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. സത്യം പറഞ്ഞ സിനിമയിൽ എവിടെയെങ്കിലും ഒരു ക്രിഞ്ച് സാധനം വരും പ്രതീക്ഷിച്ചിരിക്കും, പക്ഷെ വന്നില്ല. ഹാപ്പി. കഴിഞ്ഞ പാർട്സിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇപ്പഴും ശരിക്കും ഇതാക്കിയത് സാത്താൻ സേവിയർ ആണ്. നമ്മളെ സണ്ണി വെയിൻ ആള് നൈസ് ആയിരുന്നു, നല്ലൊരു മൂഡ് തന്നെ, അടിപൊളിയായിരുന്നു. ഇന്ദ്രൻസ് ചേട്ടൻ, പി ശശി, ഇങ്ങനെ പറഞ്ഞ ചില ഡയലോഗ്സ് വളരെ റീസെന്റ് നമ്മളൊരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ്. ലക്കിലി നമ്മളെ സ്റ്റേറ്റ് ആയിട്ടുള്ള സെൻസറൊന്നും ചെയ്യായിരുന്നു. അത് വേറെ എവിടെയാണെങ്കിൽ ഐ ഡോണ്ട് നോ. എഡിറ്റ്സ് അടിപൊളിയായിരുന്നു. കാലഘട്ടം ട്രാൻസ്ഫറിംഗ് വാസ് ലൈക്ക് നൈസ്. എഡിറ്റിംഗ് ബൈ ലിജോ പോൾ, സിനിമാറ്റോഗ്രാഫി വാസ് ഗുഡ്. അഖിൽ ജോർജ്, OG സ്കോർ ബൈ ഷാൻ റഹ്മാൻ. ആ ഒരു ഷാജി പാപ്പ പറഞ്ഞ സാധനം അത് രസം തന്നെ. പിന്നെ റീക്രിയേറ്റഡ് ബൈ ഡോൺ വിൻസെന്റ്, നൈസ് ആയിരുന്നു. അതിലൊരു പോർച്ചുഗീസ് പെണ്ണിന്റെ ഒരു ഇതുണ്ട്, സ്പോയിലർ അല്ല പറയണ, പെണ്ണിന്റെ സ്വാഗ് അടിപൊളിയായിരുന്നു. പിന്നെ ഗൈസ് ഡ്യൂഡിനെ മറന്നല്ല, ഡ്യൂഡ് പൊളിച്ചടക്കിയിട്ടുണ്ട് സിനിമയിൽ, അടിപൊളിയായിരുന്നു. വിനായകൻ ചേട്ടൻ എന്നും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. ആസ് എ ടോട്ടൽ പടം എങ്ങനെ നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ട് ഫെസ്റ്റിവൽ മൂഡിന് വെക്കേഷനിൽ കാണാൻ പറ്റിയ കിടിലൻ സാധനം. കാരണം ദുരന്തരം ഒന്നും പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റില്ല, എ റേറ്റഡ് സിനിമയാണ്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു മൂഡിൽ പൊളിച്ചടക്കാൻ പറ്റിയ സിനിമ. തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക, എൻജോയ്. ഇനി നിങ്ങൾ ഈ പടം കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിയിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യുക. എനിക്ക് അതുപോലെ ചെറിയൊരു ആഗ്രഹം പറയാനുണ്ട്. ഈ ആട് ഫ്രാഞ്ചൈസി പോലെ തന്നെ നമ്മൾ CID മ്യൂസിയം ഇങ്ങനത്തെ ഒരു ലെവലിൽ ചെയ്യണം. ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഐക്കോണിക് മലയാളം സിനിമകൾ കുറച്ചൊക്കെ ചെയ്ത് നല്ല രസം ഉണ്ടാവും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്, എല്ലാവർക്കും ഇങ്ങനെ അറിയില്ല.